നമസ്കാരം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവിൽ വന്നിട്ടുള്ളത്. അഴീക്കോട് മണ്ഡലം MLA-യും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ KM ഷാജി സാഹിബിനെതിരെ വധഭീഷണി ഒരു കൊട്ടേഷൻ സംഘത്തിന് കൊടുത്ത് അദ്ദേഹം അവരുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് കൃത്യമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGP-ക്കും പരാതി കൊടുത്ത ആ വേളയിൽ സമർപ്പിക്കുകയും അത് ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയൊക്കെ ചെയ്തു. ഒരു സത്യവിശ്വാസിക്ക് മരണം ഭയമില്ല. കാരണം ഈ ഭൂമി വിട്ട് നമ്മളെല്ലാവരും പോകും എന്ന് വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അതുകൊണ്ട് തന്നെ മരണത്തെ ഭയന്നിട്ടല്ല പരാതി കൊടുത്തത്, പരാതിയിൽ നീതി ലഭിക്കുമെന്ന് വിശ്വസിച്ചിട്ടോ അല്ല പരാതി കൊടുത്തത്. ഇനി ഉണർത്താൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. യോഗി ആദിത്യനാഥിന്റെ ഭരണമല്ല കേരളത്തിൽ എന്നുള്ളത് ഈ അതായത് ഈ കൊട്ടേഷൻ കൊടുത്ത ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിലപാട് പറയുമ്പോൾ, ആദർശം പറയുമ്പോൾ, വിമർശിക്കുമ്പോൾ അത് ഇന്ത്യ രാജ്യം ഭരണഘടന അനുസരിച്ച് കൊടുക്കുന്ന അവകാശമാണ്. ആ അവകാശം കവർന്നെടുത്തുകൊണ്ട് അതിനെതിരെ, അതായത് അനീതിക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി നീതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ അതിനിടയിൽ കൊലപാതകങ്ങളും കൊട്ടേഷൻ സംഘങ്ങളും നടമാടുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. തൃശൂർ ജില്ലയിൽ ഇപ്പോൾ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പാടെ പരാജയമാണ് എന്ന് വിളിച്ചോതുന്നത് തന്നെയാണ് കേരളത്തിൽ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദിനംപ്രതി വളരെ സത്യസന്ധമായിട്ട് നിങ്ങൾക്കൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു കൊലപാതക ഭീഷണിയുമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങളുമായിട്ടോ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ കഴിയിട്ടില്ല. ഷാജി സാഹിബ് എന്നില്ല, എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളത് സഖാക്കൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നീണ്ട കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് KM ഷാജി സാഹിബിനെ പോലെയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാർ വാർത്തെടുത്ത 10,000-കണക്കിന് ഷാജിമാരെയും അതുപോലെ തന്നെ മുനീർ സാഹിബിനെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും വളർത്തിയെടുത്തിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പാർട്ടി. വളരെ കൃത്യമാണ്, നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. കാരണം മുസ്ലിം ലീഗ് ഒരു ഷാജി സാഹിബിനെ നിങ്ങൾ എടുത്തു കളഞ്ഞാൽ നിങ്ങൾക്കെതിരെയുള്ള ശബ്ദം നിലയ്ക്കുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ മിഥ്യാധാരണയാണ്. കാരണം ഇതിൽ ഞാൻ സംശയിക്കുന്നത് സഖാക്കളെ തന്നെയാണ്. കേരളം ഭരിക്കുന്നത് സഖാബ് പിണറായി വിജയനാണ്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയത് മുതൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിനിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെ ഇല്ലാതാക്കാൻ വേണ്ടി TP ചന്ദ്രശേഖരൻ കൊലപാതകം നമ്മുടെ മുമ്പിലുണ്ട്. വളരെ കൃത്യമായിട്ട് അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്നത് P ജയരാജനെ കാറ് തടഞ്ഞു എന്നതിന്റെ പേരിലാണ് ഇല്ലായ്മ ചെയ്തത്. എടുത്തു പരിശോധിച്ച് നോക്കിയാൽ മതി. അതുപോലെ തന്നെ കൊട്ടേഷൻ സംഘങ്ങൾക്കും അതുപോലെ തന്നെ കൊലപാതകികൾക്കും ആഭാസന്മാർക്കും പൂർണ്ണമായ സംരക്ഷണം കൊടുക്കുന്ന പാർട്ടിയാണ് CPM. കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ മതവിശ്വാസങ്ങൾ അധിഷ്ഠിതമായിട്ട് ജീവിക്കാൻ പോലും സ്വാതന്ത്ര്യം കൊടുക്കാത്ത പാർട്ടി ഗ്രാമങ്ങൾ ഇന്നും ഈ 2020 നിലനിൽക്കുമ്പം സംശയം അങ്ങോട്ട് തന്നെയാണ് നീളുക. ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് അക്കാര്യത്തിൽ. KM ഷാജി സാഹിബ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, DGP-ക്ക് പരാതി കൊടുത്തു, നീതി ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇന്ത്യയുടെ നിയമാവസ്ഥ അത് തന്നെയാണ്. അതുകൊണ്ട് അതിലൂടെ വല്ല നേട്ടങ്ങളും ഉണ്ടാക്കാമെന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം അഴീക്കോട് മണ്ഡലത്തിൽ ആദ്യം മത്സരിക്കുന്ന കാലഘട്ടത്തിൽ അത് ഉണ്ടാവേണ്ടിയിരുന്നു. ഇല്ലല്ലോ. എന്ന് തുടങ്ങിയതാണ് ഷാജി സാഹിബിനോടുള്ള ഈ വിളറി, അതുപോലെ തന്നെ അസഹിഷ്ണുത. അഴീക്കോട് മണ്ഡലം പിടിച്ചടിക്കുക അന്ന് മുതൽ തുടങ്ങിയതാണ്. ഇവർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച നേതാവാണ് KM ഷാജി സാഹിബ്. ആരുടെയൊക്കെ കണ്ണിലെ കരടാണ് KM ഷാജി സാഹിബ് നിങ്ങൾക്കറിയോ? സുഡാപ്പിക്കാരന്റെ, അതായത് NDF-കാരന്റെ ഇല്ലേ കണ്ണിലെ കരടാണ്. ജമായത്ത് ഇസ്ലാമിന്റെ കണ്ണിലെ കരടാണ്. CPM-കാരന്റെ കണ്ണിലെ കരടാണ്. ഇതൊന്നും നിലയിൽ തുടങ്ങിയതൊന്നുമല്ല. അഴീക്കോട് മണ്ഡലത്തിൽ നിലപാട് വളരെ കൃത്യമാണല്ലോ. തീവ്രവാദ ഭീകരവാദ സംഘടനകളോട് ഒരു രീതിയിൽ പോലും സന്ധി ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ പരസ്യമായിട്ട് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്ന് നിഷേധിക്കാൻ കഴിയുമോ? സുഡാപ്പികളുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ഒരു സന്ധി ചെയ്തതായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ?
ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ഒരു സന്ധി ചെയ്തതായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലുള്ള ഓരോ പ്രവർത്തനങ്ങളും അദ്ദേഹം നീതിക്ക് വേണ്ടി ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയ ധീരനായ നേതാവും ധീരനായ യോദ്ധാവുമാണ് കെ.എം. ഷാജി എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണം. ഇപ്പോ ഇതുണ്ടാവുന്നത് ഏതടിസ്ഥാനത്തിലാണ്? സുഡാപ്പികൾ നെറ്റുകളിൽ നിന്ന് വിളിച്ചിട്ട് നെറ്റ് കോൾ ചെയ്തിട്ട് ഷാജി സാഹിബിനെ വകവരുത്തുമെന്നുള്ള ഭീഷണികളൊക്കെ നമ്മൾ കുറെ കേട്ടതാണ്. അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. എന്നാൽ ഇതങ്ങനെയല്ല. 4 കൊല്ലം PRA വർക്കിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഇല്ലാത്ത ഇമേജ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് കേരളത്തിലൂടെ നെഞ്ചു വിരിച്ചിങ്ങനെ നടന്നു പോകുന്ന പിണറായി വിജയനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ ഉറക്കമില്ലാത്ത രാത്രികൾ അദ്ദേഹത്തിന് സമ്മാനിച്ചതാണ് കെ.എം. ഷാജി സാഹിബ്. ആ പോസ്റ്റ് ഇട്ടപ്പോ എന്റെ അഭിപ്രായത്തിൽ 3000 ലൈക്കാണ് 6 മണിക്കൂർ കൊണ്ട് ഷാജി സാഹിബിന്റെ പോസ്റ്റിലേക്ക് വന്നത്. പക്ഷെ പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്താൻ, അതായത് 5 മണി തള്ളും 6 മണി തള്ളിനും വേണ്ടിയിട്ട് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നപ്പം ഷാജി പറഞ്ഞത് കേട്ടില്ലേ, ഷാജി പറഞ്ഞത് കേട്ടില്ലേ, ഷാജി പറഞ്ഞത് കേട്ടില്ലേ എന്ന ഡയലോഗ് അടിച്ചുകൊണ്ട് സഖാബ് പിണറായി വിജയൻ, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കടന്നു വന്നപ്പം ദൃശ്യമാധ്യമങ്ങളിൽ എന്താണ് ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾക്കറിയില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞപ്പോ ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് പറഞ്ഞു കൊടുത്തത് സഖാബ് പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ അത് പറയാനുണ്ടായ കാരണം അദ്ദേഹത്തിന്റെ മടിയിൽ കനമുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഷാജി സാഹിബ് പറഞ്ഞത് കൃത്യമാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അന്ന് തുടങ്ങിയതാണ് സഖാബ് പിണറായി വിജയൻ ഷാജി സാഹിബിനെ നോട്ടമിട്ടു. ഒരു സംശയം വേണ്ട. അതിന്റെ ശേഷം പിന്നീട് വിജിലൻസ് കേസെടുത്തു. അതിൽ തകർക്കാൻ കഴിയില്ല, അതിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയന്റെ ഡിഫൻസ് വോയിസ് മുഖാന്തരം ബോംബെ കൊട്ടേഷനെ കൊണ്ടുവരികയാണ് ഇതിൽ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കത് അറിയാൻ കഴിയും. കാരണം നവമാധ്യമങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് വേറൊരു രീതിയിലും മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനമാനങ്ങളോ KMCCയുടെ ഒരു സ്ഥാനമാനങ്ങളോ വഹിക്കാത്ത ഞാൻ എന്റെ നാട്ടിൽ ഇറങ്ങി നിന്നപ്പോ എന്നോട് സഖാക്കൾ വന്ന് പറഞ്ഞത്, സഖാബ് പിണറായി വിജയനെതിരെ നീ പോസ്റ്റ് ഇടണോ എന്ന് ചോദിച്ചിട്ട് എന്റെ നാട്ടിൽ വന്നിട്ട് എന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നട്ടല്ലും ആണത്തവും ഇല്ലാത്ത സഖാക്കൾ വന്നിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭരണപക്ഷമായ ആളുകൾക്കെതിരെ വിമർശിക്കാനുള്ള അവകാശങ്ങളും മൗലികമായ അവകാശങ്ങളും അതുണ്ട് എന്നുള്ളത് സഖാക്കൾ മനസ്സിലാക്കണം. സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ന് വരെ അംഗീകരിക്കാത്ത CPM-കാരാ ഷാജി സാഹിബിന്റെ ഒരു രോമത്തും സ്പർശിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല. 10,000-കണക്കിന് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ അകമ്പടികളോടുകൂടി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പിണറായി വിജയന്റെ പോലീസിന്റെ സംരക്ഷണയിലല്ല കെ.എം. ഷാജി എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മഹാവ്യക്തിത്വം നിലനിൽക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളെ പോലുള്ള ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് സ്നേഹിക്കുകയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കാനുള്ള കഴിവും വിശ്വാസവും ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ്. അത് മനസ്സിലാക്കണം. നിങ്ങളെ ഇനി ബോംബെ കൊട്ടേഷൻ അല്ല, ഏത് വിധത്തിലുള്ള കൊട്ടേഷൻ കൊണ്ടു തന്നാലും ഒരു രോമത്തും സ്പർശിക്കാൻ കഴിയണമെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകളെ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ മറവ് ചെയ്തിട്ടേ നിങ്ങൾക്ക് സാധിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കില്ല. TP ചന്ദ്രശേഖരനെ കൊന്നു തള്ളിയത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. മരിക്കാൻ ഭയം ഉണ്ടായിട്ടല്ല. ഒരു സത്യവിശ്വാസിക്കും മരണത്തിൽ ഭയം ഉണ്ടാവില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പറയുകയാണ്. പക്ഷെ നിങ്ങൾ ഇരുട്ടിന്റെ മറവിൽ മനുഷ്യന്റെ രക്തം കൊണ്ട് നിങ്ങൾ അമ്മാനമാടുന്നവരാണ്. നിങ്ങൾക്ക് മനുഷ്യന്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ച് നടക്കുകയാണ് ഈ സഖാക്കൾ എന്ന് പറയുന്നത്. പാർട്ടി ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ഓരോ ഗുണ്ടകൾക്ക് കണ്ണും കഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും പെണ്ണും കൊടുത്ത് അവരെ പോറ്റി വളർത്തിയിട്ട് എന്നിട്ട് നിങ്ങൾ പറയുന്നിടത്ത് കൊണ്ടുപോയിട്ട് മറ്റവന്റെ പള്ളക്ക് പിച്ചാത്തി കയറ്റുന്നതല്ലടോ രാഷ്ട്രീയം. കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ CPM-നെതിരെ വിമർശിച്ചാൽ, പിണറായി വിജയനെതിരെ വിമർശിച്ചാൽ, പിണറായി ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചാൽ, ജീവനെടുക്കുന്ന ഇത്തരം നീചമായ പ്രവർത്തികൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ പൊതുജനം കേരളത്തിൽ ഇറങ്ങും. പരസ്യമായിട്ട് സഖാക്കളെ നാട്ടിൽ നിന്നും പടിയടച്ച് വിണ്ടം വെക്കും. ഒരു സംശയം വേണ്ട. കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് കെ.എം. ഷാജി സാഹിബ് സംസാരിച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കാൻ അല്ല, ആയുസിത്ത കാലം വരെ സംരക്ഷിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം ഉണ്ടാകും.
പിണറായിയും മരിക്കും, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. ഏത് കൊട്ടേഷൻ ചെയ്യുന്ന സംഘങ്ങളും മരണം ഉണ്ടാവും. മരണം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ മരണത്തിൽ ഭയക്കുന്നവരല്ല, മരണത്തിൽ ഭയക്കുന്നവർ ഭീരുക്കളാണ്. ഞങ്ങൾക്ക് അത്രയും പേടിയില്ല, അതിലൊന്നും ഒരു സംശയം വേണ്ട. പക്ഷെ ഷാജി സാഹിബിന്റെ കുടുംബത്തിലെ അവസ്ഥ നോക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ആ വീട്ടിലെ ഷാജി സാഹിബിന്റെ ഭാര്യ, കുട്ടികൾ, അവർക്കൊക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ ഈ കളിക്കുന്ന തമ്മാടിത്തരം അതുകൊണ്ടൊന്നും ദീർഘകാലം ഈ നാട്ടിലൂടെ വായാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അധികാരത്തിന്റെ സോപാനങ്ങൾ കീഴടക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. തമ്മാടികളായ ആളുകൾ, ഇരുട്ടിന്റെ ശക്തികൾ നിങ്ങൾക്ക് ആശയപരമായിട്ട് പോരാടാൻ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇരുട്ടിന്റെ മറവിൽ ഇത്തരം നീച പ്രവർത്തികൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാലോ. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകികൾക്ക് നീതി ലഭിക്കാൻ, അതായത് അവർക്ക് പരീൽ ഷുക്കൂർ, അതുപോലെ തന്നെ ഷുഐബ്, ശരത് ലാല്, TP ചന്ദ്രശേഖരൻ, ഇവരുടെ കൊലപാതകം ആരാണോ നടത്തിയത് ആ നടത്തിയവരെ നിങ്ങൾ സംരക്ഷിച്ചു. എന്നാൽ ഈ നഷ്ടപ്പെട്ട കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ ഇന്ന് വരെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? കേരളത്തിന്റെ പൊതുഖജനാവിന്റെ പണം എടുത്തിട്ട് ശരത് ലാലിന്റെ കൊലപാതകികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലെ വക്കീലന്മാരെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ കേസ് നടത്തി. അവസാനം CBI കേരളത്തിൽ വന്നു ഇല്ലേ, അന്വേഷണം പ്രഖ്യാപിച്ചു. നടന്ന സംഭവമാണിത്, നടന്ന സംഭവ. കേരളത്തിന്റെ വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾ തേടൂ. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകികളെ സംരക്ഷിക്കാൻ വേണ്ടി CPM പൊതുഖജനാവിന്റെ പണം എത്ര വിനിയോഗിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഷുഹൈബിന്റെ കൊലപാതകം CBI അന്വേഷണത്തെ എതിർത്തു. ഇവരാണ് എതിർത്തത്. മടിയിൽ കനമില്ലെങ്കിൽ, പിണറായിയുടെ വാക്ക് കടമെടുത്ത് പറയുക, മടിയിൽ കനമില്ലെങ്കിൽ എന്തിന് ഭയക്കണം പിണറായി CBIയെ? എന്തിന് ഭയക്കണം? ആരെ ഭയക്കണം? കേരളത്തിലെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP അല്ല കേരളം നിങ്ങളുടെ താന്തോന്നിത്തം നടത്താൻ. അതുപോലെ തന്നെ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി, മനുഷ്യഹത്യ നടത്തിയ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിലെത്തിയത് ഇത്തരം രക്തക്കറ പുരണ്ടുകൊണ്ട് തന്നെയാണ്. വർഗീയതയും അതുപോലെ തന്നെ സ്വന്തം മതത്തിൽ പോലും ജാതിയുടെയും മതത്തിന്റെയും വൈരം കുത്തിവെച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയത് പനപ്പാടമാക്കിയിട്ടാണ് നീങ്ങാൻ പിണറായി ഉദ്ദേശിക്കുന്നതെങ്കിൽ പിണറായി വിട്ടുതരില്ല. നിനക്ക് വിട്ടുതരില്ല. ഞങ്ങൾ വിട്ടുതരാൻ തയ്യാറല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ വിട്ടുതരില്ല. ഷാജി സാഹിബ് എന്നില്ല, കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെയും ജീവൻ എടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ജീവനുള്ളിടത്തോളം കാലം അതിന് ജീവൻ കൊടുക്കേണ്ടി വന്നാലും. KM ഷാജി സാഹിബ് വളർത്തി വലുതാക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. KM ഷാജി സാഹിബ് സന്മാർഗത്തിന്റെ പാതയിൽ നന്മയിൽ അധിഷ്ഠിതമായി ജീവിച്ച് പാത തീർത്തു കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒരു വിചാരമുണ്ട്, നിങ്ങൾക്ക് അങ്ങ് എടുത്തു കളയാമെന്ന്. നിങ്ങൾക്ക് എടുത്തു കളയാൻ മൂക്കിലെ രോമല്ല ഇത്. അത് മനസ്സിലാക്കുക. മനസ്സിലാക്കുക. നിങ്ങൾക്ക് മാത്രമേ നിയമപരമായിട്ട് ഞങ്ങൾ ഇതിനെ നേരിടൂ. നിയമപരമായിട്ട് നേരിടുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. നിങ്ങൾ ആലോചിക്കുക. ഓരോ കേരളത്തിലെ പൊതുസമൂഹം, ഈ വീഡിയോ ദർശിക്കുന്ന ഏവരുണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അശേഷം വൈരുദ്ധ്യമുണ്ടോ അല്ലെങ്കിൽ കളവുണ്ടോ? എന്താണ്? KM ഷാജി സാഹിബ് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരന്റെ പിടലിക്ക് പോയിട്ട് തച്ചോ? എവിടെങ്കിലും ഗുണ്ടാ സംഘം നടത്തിയോ? ഇല്ലല്ലോ. അതിന്റെ പേരിലല്ലോ പിണറായി കേരളത്തിൽ നടത്തുന്ന തമ്മാടിത്തരങ്ങൾ, നടമാടുന്ന എന്താ പറയാ അനീതികൾ, ഇതിനെ തുറന്നു കാണിച്ചു എന്നുള്ളതേ KM ഷാജി സാഹിബ് ചെയ്തിട്ടുള്ളൂ. 4 കൊല്ലം കേരളത്തിൽ PRO വർക്കിന്റെ അടിസ്ഥാനത്തിൽ പിണറായി മുന്നോട്ട് പോയി. ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റ്, അതോട് കൂടിയിട്ട് കെട്ടിപ്പൊന്തിച്ച ചീട്ടുപറ്റാരങ്ങൾ തകർന്ന് തരിപ്പണമായി. പിണറായിയുടെ ഉറക്കമില്ലാത്ത രാത്രികൾ പിണറായിക്ക് സമ്മാനിച്ചു. അതിനുശേഷം സ്വപ്നമാര് വന്നു. KT ജലീലിന്റെ പുറംപൂച്ച് പുറത്തായി, ശിവശങ്കറിന്റെ പുറംപൂച്ച് പുറത്തായി, ലൈഫ് മിഷനിൽ പിണറായി ഉണ്ടാക്കിയ കോടികൾ പുറത്തായി. ഇന്ന് അഡ്വക്കേറ്റ് വിമല വിനു വളരെ വ്യക്തമായിട്ട് എഴുതി വെക്കപ്പെടുന്നുണ്ട്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും വക്കീലായ വിമല വിനു വളരെ വ്യക്തമായിട്ട് UAPA ചുമത്തിക്കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പുണ്ട് എന്ന്. അപ്പം പിണറായിയെ സംരക്ഷിക്കേണ്ട ബാധ്യത പിണറായിക്ക് തന്നെ ഉണ്ടല്ലോ, ഇല്ലേ? സഖാക്കൾക്കില്ലേ? അതുകൊണ്ട് തന്നെയല്ലേ ഷാജി സാഹിബ് തുടക്കം കുറിച്ച് അവസാനം പിണറായിയുടെയും കമ്മ്യൂണിസ്റ്റിന്റെയും അന്ത്യം
KM ഷാജിയിലൂടെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായ പിണറായി അദ്ദേഹത്തിന്റെ ഡിഫൻസ് ഫോഴ്സ് മുഖാന്തരം മുംബൈയിലെ കൊട്ടേഷൻ സംഘത്തെ കേരളത്തിലെത്തിച്ച് ഷാജി സാഹിബിന്റെ ഏതെങ്കിലും ഒരു രോമത്തുമ തൊടാൻ പിണറായി ഇനിയും നീ ചെത്തുകാരന്റെ കോരന്റെ മകനായിട്ട് ഇനിയും ഒരു ജന്മം എടുത്താൽ പോലും നിനക്ക് സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കണം. DGP ലോകനാഥ് ബെഹ്റയാണ്. ഒരു നീതിയും ലഭിക്കൂല. കാരണം ഈ ചെറിയ നമുക്ക് എന്റെ പ്രദേശമായ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ സഖാക്കൾക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ പോയിട്ട് പോലീസ് സ്റ്റേഷനിലെ CI അഗസ്റ്റിൻ പറഞ്ഞത് എന്താണെന്നറിയോ? സഖാക്കൾക്കെതിരെ പരാതി എടുക്കാൻ പറ്റൂല, സഖാക്കൾക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റൂല, അവരൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഇയാളൊരു കാരണം പട്ടാപ്പകല് 4 മണി നേരത്ത് 800 ആളുകൾ ഈ പാവപ്പെട്ട വിനീതനെ 800 ആള് ശരിയാക്കാനുള്ള ശരീരന്റെ കപ്പാസിറ്റി ഒന്ന് നോക്കി നിങ്ങൾ. 800 ആളുകളോളം ഒരു ഘോഷയാത്രയായിട്ട് കടന്നു വന്നിട്ട് പിണറായിക്കെതിരെ പോസ്റ്റ് ഇടുകയോന്ന് എന്റെ നാട്ടിൽ വന്നിട്ട് രോമത്തുമ്പ തുടങ്ങാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ മുസ്ലിം ലീഗിന്റെ തട്ടകത്തിലാ. അതിൽ 4 എണ്ണം പറഞ്ഞ ആൺകുട്ടികളുണ്ട്. എന്നിട്ട് സായുജ് SI നോക്കി നിൽക്കുമ്പോ സഖാക്കൾ വന്നിട്ട് കച്ചറുണ്ടാക്കുന്നത് ഈ SI നോക്കുകുത്തിയായി നിൽക്കുക. വാർഡ് മെമ്പറായ മാക്കണ്ടി മുജീബുണ്ട് തൊട്ടടുത്ത പ്രദേശത്തിലെ, അയാൾ നോക്കിക്കുക. ഒരു ജനപ്രതിനിധിയാണ് ഗുണ്ടകൾക്കും അതുപോലെ തന്നെ തമ്മാടികൾക്കും വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിൽ ഭരണത്തിന്റെ ഹുങ്ക് കാണിക്കുന്നത്. എന്നിട്ട് ഒരു സഖാവ് പറയാ, പേര് പറഞ്ഞ് വലുതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു സഖാവ് പറയാ അധികാരം ഞങ്ങളിലുണ്ട്, ആ അധികാരമുള്ളിടത്തോളം കാലം നീയൊന്നും ഇവിടെ തല പൊക്കൂല. ഞാൻ പറഞ്ഞ ജീവനിൽ അവസാനത്തെ ശ്വാസം നിലക്കുന്നത് വരെ പിണറായി വിജയനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കും, അനീതിക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കും. ആരാണ് തടയാനുള്ളത്? തടയാനുള്ള ഒരു ചങ്കൂറ്റുള്ളവരും കൂടി കടന്നു പോവാ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, KM ഷാജി സാഹിബിന്റെ കാലിന്റെ മോഹൻലാലിന്റെ ഡയലോഗ് കടെടുത്ത് പറയാ, കാലിന്റെ 1 2 നഖം വെട്ടിത്തരാൻ പിണറായി. ആശ തീർക്കാനൊക്കെ ആശ തീർക്ക, അത് തന്നെ പറയാനുള്ളത്. ഇനിയും പറയാനുണ്ട് ഈ കാര്യത്തിൽ വളരെ കൃത്യമായി. ഇനിയുണ്ടല്ലോ കടന്നു വരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിട്ട് KM ഷാജിയെ കുമ്മന ഷാജിയാക്കും, അതുപോലെ തന്നെ നിങ്ങൾ വർഗീയവാദിയാക്കും, തീവ്രവാദിയാക്കും. കണ്ണൂരിന്റെ മണ്ണിൽ ഞാൻ മുമ്പേയും പറഞ്ഞതാണ്, മുറുക്കിയിട്ടുണ്ടോ അതിങ്ങനെ തുപ്പിയിട്ട് ചുവന്ന മണ്ണല്ല, ധീര സഖാക്കൾ ഒരു രക്തം കൊണ്ട് ചുവന്ന മണ്ണിൽ വയനാടൻ മലമടക്കുകൾ ഇറങ്ങി വന്ന് ആൺകുട്ടിയെ പോലെ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ കൊടുത്ത കോണി ചിഹ്നത്തിൽ രാഷ്ട്രീയം പറഞ്ഞ്, നിലപാട് പറഞ്ഞ്, ആദർശം പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്ന് അവിടെ നിന്ന് വിജയത്തിന്റെ സോപാനങ്ങൾ താണ്ടി കേരളത്തിന്റെ നിയമസഭയിലേക്ക് കടന്നു വന്ന ആളാണ് KM ഷാജി സാഹിബ്. മനസ്സിലാക്കണം നിങ്ങൾ, ഒരു തവണയല്ല 2 തവണ. എന്നിട്ടും നിങ്ങൾ അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി ഇല്ലാത്ത വ്യാജ പോസ്റ്റുകൾ അടിച്ചിറക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്ത് നിങ്ങളാ ചെയ്തത്. നിലപാടൊന്നും പ്രവൃത്തി മറ്റൊന്നുമല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 7.5 പതിറ്റാണ്ട് കാലമായി ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് കേവലം പിണറായിയുടെ ഗുണ്ടകളോ ഡിഫൻസ് ഫോഴ്സിനോ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് നിങ്ങൾ നോക്കി, കേരളം ഭരിക്കുന്നത് പിണറായി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി. ആ പിണറായി വിജയന്റെ ഭരണത്തിൽ തൃശ്ശൂരിൽ എത്ര കൊലപാതകങ്ങൾ ഈ ആഴ്ചകളിൽ നടന്നു? ആഭ്യന്തര വകുപ്പ് നിയമപരമായിട്ട് നടപടി സ്വീകരിക്കാൻ കഴിവും തന്റെ ഇടവും ഇല്ലാത്ത ഒരു ആഭ്യന്തര വകുപ്പ്, പോലീസിന് തോന്നിയതുപോലെ തമ്മാടിത്തരം ചെയ്യാൻ കഴിയുന്ന ഒരു ആഭ്യന്തര വകുപ്പ്. ആ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോ പോലീസുകാർ കണ്ണുകെട്ടി മുണ്ടാതിരിക്കുക, എന്നിട്ട് കള്ള തമ്മാടികളും ഗുണ്ടകളും നരനായാട്ട് നടത്തുക. ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ, അനീതിക്കെതിരെ പടപൊരുതിയിട്ട് ജീവൻ കൊടുക്കേണ്ടി വന്നാലും ചരിത്രത്തിന്റെ ഒരു സ്മാരകമായിട്ട് മാറാൻ കഴിയും എന്ന് പിണറായി വിജയൻ ഒന്ന് മനസ്സിലാക്കണം. താങ്കളുടെ പേര് ഒറ്റുകാരന്റെ ലിസ്റ്റിലും ഉണ്ടാവും, ഒരു സംശയം വേണ്ട. KM ഷാജി സാഹിബിന്റെ രോമത്തുമല്ല നിങ്ങൾ തൊടൂല. അങ്ങനെ നിങ്ങൾക്ക് തൊടാൻ കഴിയുകയാണെങ്കിൽ ഞങ്ങൾ 1 2 രോമം പറിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെയ്താൽ മതി. ഒരു MLA വധഭീഷണി, കൊട്ടേഷൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എവിടെ എത്തി കേരളത്തിന്റെ ഭരണം? അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? ആലോചിക്കണം നമ്മള്. ഞാനും നിങ്ങളും അടങ്ങുന്ന കേരളത്തിലെ 3.5 കോടി ജനങ്ങള്, അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ മാറ്റിവെക്ക്, ബാക്കിയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താണ്? എത്ര കൊലപാതകങ്ങൾ, കൊടിഞ്ഞിയിലെ ഫൈസല്, റിയാസ് മൗലവി, ഇതൊക്കെ മത തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട വ്യക്തികളാണ്. എന്തെങ്കിലും നടപടികൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ ചെയ്യാൻ കഴിഞ്ഞോ?
വാളയാർ പീഡന കേസിലെ കുട്ടി, പാലത്തായി പീഡന കേസിലെ കുട്ടി, ഇവർക്ക് എന്തെങ്കിലും നീതി ലഭിച്ചോ? ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബത്തിന് നീതി ലഭിച്ചോ? ഷുഹൈബിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചോ? ഷുക്കൂറിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചോ? എന്നിട്ട് അന്വേഷണം CBI കടന്നു വന്നപ്പോ ആംബുലൻസിൽ നിലവിളി സൗണ്ട് വിട്ടുകൊണ്ട് ഈ കേരളത്തിൽ ഒട്ടാകെ നടത്തി നീങ്ങിയ ആളല്ലേ ജയരാജൻ? അല്ലേ? ഒന്ന് ആലോചിക്ക്, നിങ്ങൾ ഒന്ന് ആലോചിക്ക്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പയർമണി ഓട്ടിലിട്ട മാതിരി ഇങ്ങോട്ട് എണീച്ചു വന്ന് ഒരു സൂക്കടില്ലാന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ശിവശങ്കരനും. പറയ ഒരു കാര്യമുണ്ട്, ഈ നട്ടലുണ്ടല്ലോ, ഈ നട്ടലും ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ശിരസും ഈ രീതിയിലേക്ക് ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അവകാശമാണ്. ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശിരസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ, അനീതിക്കെതിരെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും KM ഷാജിയും അള്ള കൊടുത്ത ഈ ആയുസ് ഉണ്ടെങ്കിൽ അത്രയും കാലം ഈ ദുനിയാവിൽ ജീവിക്കുക തന്നെ ചെയ്യും. ഇരുട്ടിന്റെ മറവിൽ കൊട്ടേഷൻ സംഘങ്ങളെ പറഞ്ഞയച്ചാൽ കേരളം പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർക്ക് കണി കാണൂല എന്നുള്ളതും, ഒപ്പം സംരക്ഷണം കൊടുക്കാൻ ജീവൻ പോലും വെടിയാൻ തയ്യാറായ എന്നെ പോലുള്ള യുവത്വങ്ങൾ ഉണ്ടാവും KM ഷാജിക്കും മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാർക്കും സപ്പോർട്ട് കൊടുക്കാൻ. ആരെയാണോ നിങ്ങൾ ഭയപ്പെടുത്തുന്നത്? ഏറനാടിന്റെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അടർക്കളത്തിൽ അടരാടിയ സച്ചിതരായ പൂർവികരുടെ തറവാട്ടിൽ നിന്ന് കടന്നു വന്നവരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ. മനസ്സിലാക്കണം. കോട്ടക്കുന്ന് മൈതാനിയില് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ചരിത്രങ്ങളുണ്ട്. നിങ്ങളെ മാതിരി ഒളിവി ജീവിതം നടിച്ചിട്ട് AKGയുടെ മാതിരി മറ്റേ സാധനം ഉണ്ടല്ലോ, അത് പുറത്തു ചാടിയ ജീവിതമല്ല ഞങ്ങളത്. അങ്ങനെ നിങ്ങൾ കരുതരുത്. പല തന്തയ്ക്ക് ജനിച്ചിട്ടുള്ള പരിപാടിയല്ല ഞങ്ങൾ ചെയ്യല്. ഒറ്റ തന്തയ്ക്ക്, രക്തത്തിൽ ഒരു കലർപ്പുമില്ലാതെ ഒറ്റ തന്തയ്ക്ക് ജനിച്ച മക്കളാണ്. ഒറ്റ തന്തയ്ക്ക് ഒരുത്തനെ മാത്രമേ ബാപ്പയെന്ന് വിളിച്ചിട്ടുള്ളൂ. പല മുഖങ്ങൾ കയറി വരുമ്പോ ഒരു സംശയം ഉണ്ടാവാറില്ല. ഞങ്ങളെ ബാപ്പ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള പക്വതയും അതിനുള്ള വിവേകവും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ഞങ്ങളുടെ പൂർവികരുടെ പാരമ്പര്യം ഞങ്ങളുടെ ശരീരത്തിലുള്ളിടത്തോളം കാലം ഒരു സഖാവിന്റെയും ഒരു നോട്ടം കൊണ്ട് പോലും KM ഷാജി സാഹിബിനെയോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെയോ അങ്ങ് ഇല്ലായ്മ ചെയ്യാമെന്ന് വ്യാമോഹമുണ്ടെങ്കിൽ അത് സഖാബ് പിണറായി വിജയൻ പാറപ്പുറത്ത് വെച്ചാൽ മതി, അതല്ലെങ്കിൽ കോരന്റെ വീട്ടിൽ വെച്ചാൽ മതി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരോട് മതി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോട് വേണ്ട. പിണറായി ഓർത്ത് കളിച്ചോ.